നമസ്കാരം. 2025 ജൂൺ മാസം 3-ാം തീയതി ചൊവ്വാഴ്ച ദിവസം ധനനേട്ടത്തോടെ ചില നാളുകാരുടെ ജീവിതത്തിൽ അനുകൂലമായ ജീവിതാനുഭവങ്ങൾ ഉണ്ടാകുന്ന ദിവസമാണ്. ഏതൊക്കെ നാളുകാർക്കാണ് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ വന്നു ചേരുക എന്നുള്ളതാണ് ഈ വീഡിയോയിൽ കൂടി പ്രിയപ്പെട്ടവരായിട്ട് പങ്കുവയ്ക്കുന്നത്. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ വീഡിയോ കാണുവാൻ ശ്രമിക്കുക. നല്ല നല്ല കമൻറ്റുകളൊക്കെ രേഖപ്പെടുത്തി മഹാദേവൻ്റെ അനുഗ്രഹം ഏറ്റുവാങ്ങുക. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് പോകാം. 2025 ജൂൺ മാസം 3-ാം തീയതി മലയാള തീയതിയിൽ വരുമ്പോൾ 1200-ാം ആണ്ട് ഇടവമാസം 20-ാം തീയതി വരുമ്പോൾ ഇന്ത്യൻ തീയതി വരുമ്പോൾ ജ്യേഷ്ഠമാസം 13-ാം തീയതി വരും. സൂര്യോദയ സമയം രാവിലെ 6:07, അസ്തമയ സമയം വൈകുന്നേരം 6:33. ഉദയാൽപ്പരം തീയതി അഷ്ടമി തിഥിയാണ്. അഷ്ടമി തിഥി ചൊവ്വാഴ്ച രാത്രി 10:01 വരെ ഉണ്ടായിരിക്കും. ചൊവ്വാഴ്ച രാത്രി 10:01 വരെ അഷ്ടമി തിഥി ഉണ്ടായിരിക്കും. ഉദയാൽപ്പരം നക്ഷത്രം പൂരം നക്ഷത്രമാണ്. പൂരം നക്ഷത്രം തിങ്കളാഴ്ച രാത്രി 10:57 ആരംഭിച്ച് ചൊവ്വാഴ്ച രാത്രി 1 മണി എന്ന് പറഞ്ഞാൽ ചൊവ്വാഴ്ച അർദ്ധരാത്രി 12 മണി കഴിഞ്ഞുള്ള 1 മണി, ഒന്നുകൂടെ വ്യക്തമാക്കി പറഞ്ഞാൽ ബുധനാഴ്ച 1 മണി AM എന്ന് പറയുന്ന സമയം വരെയും ഈ പൂരം നക്ഷത്രം ഉണ്ടായിരിക്കുമെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി നമ്മൾ ചിന്തിക്കുന്നത് പൂരം നക്ഷത്രപ്രകാരമാണ് ഈ ധനനേട്ടത്തോടു കൂടിയുള്ള അനുകൂലമായ ജീവിതാനുഭവങ്ങൾ കുറേ നാളുകാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നത്. അതായത് പൂരം നക്ഷത്രം അവരെ സ്വാധീനിക്കുന്നതുകൊണ്ട്, പൂരം നക്ഷത്രം അവർക്ക് അനുകൂലമായ അനുഭവങ്ങൾ കൊടുക്കുന്നൊരു നക്ഷത്രമായതുകൊണ്ടും അവരുടെ ജീവിതത്തിൽ ധനനേട്ടത്തോടൊപ്പം തന്നെ ജീവിതത്തിൽ അനുകൂലമായ നല്ല നല്ല അനുഭവങ്ങൾ വന്നു ചേരുന്ന ഒരു ദിവസമായിരിക്കും. അപ്പോൾ അത് ഏതൊക്കെ നാളുകാർക്കാണ് ഇത്തരത്തിലുള്ള നല്ല ശ്രേഷ്ഠമായ അനുഭവങ്ങൾ, ഉത്തമമായ അനുഭവങ്ങൾ, സന്തോഷവും സമാധാനവും ഒക്കെ നൽകുന്ന ജീവിതാനുഭവങ്ങൾ വന്നു ചേരുക എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കാം. അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ തിരുവാതിര, പൂയം, ഭരണി, കാർത്തിക, മൂലം, പൂരാടം, മകം ഇത്രയും നാളുകാർക്ക് നല്ല ജീവിതാനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് ഈ ചൊവ്വാഴ്ച ദിവസം. അതായത് പൂരം നക്ഷത്രം സ്വാധീനിക്കുന്നതുകൊണ്ട് ഈ നാളുകാരുടെ ജീവിതത്തിൽ ഏതൊക്കെ നാളുകാരാണ്? തിരുവാതിര, പൂയം, ഭരണി, കാർത്തിക, മൂലം, പൂരാടം, മകം. അപ്പോൾ ഇത്രയും നാളുകാരുടെ ജീവിതത്തിൽ അനുകൂലമായ ജീവിതാനുഭവങ്ങൾ വന്നു ചേരുന്നൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. പൂരം നക്ഷത്രം പ്രതികൂലമായി സ്വാധീനിക്കുന്നത് കൊണ്ട് തിരുവോണം, ആയില്യം, പുണർദം, മകയിരം എന്നീ നാളുകാർക്ക് പ്രതിസന്ധികളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് മകരക്കൂറിലുള്ളവർക്ക് പ്രതികൂലമായ ജീവിതാനുഭവങ്ങളൊക്കെ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. സൂക്ഷിക്കണം. മകരക്കൂറുകാരെ സംബന്ധിച്ച് അഷ്ടമത്തിൽ ചന്ദ്രനും കേതുവും ഒരുമിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. നേട്ടത്തെ ഒന്നും തരത്തില്ല. ദോഷമായ അനുഭവങ്ങളൊക്കെ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. സൂക്ഷിക്കേണ്ട ദിവസമാണ്. ആപത്തനർത്ഥങ്ങളൊക്കെ വരാതെ നോക്കണം. യാത്രയിൽ അപകടം ഉണ്ടാകാതെ നോക്കണം. അങ്ങനെയുള്ള തിക്താനുഭവങ്ങളൊക്കെ മകരക്കൂറുകാർക്ക് വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് അഷ്ടമത്തിൽ കേതു നിൽക്കുന്നത് കൊണ്ടും. അപ്പോൾ അത് വളരെ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അതിനാൽ പ്രത്യേകിച്ച് ഞാൻ എടുത്തു പറയുന്നു, പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുള്ള നാളുകാർ തിരുവോണം, ആയില്യം, പുണർദം, മകയിരം. തിരുവോണം മകരക്കൂറിലെ നക്ഷത്രമാണ്. ഉത്രാടം, മുക്കാലും അവിട്ടം 2 പാദം നാളുകാരും സൂക്ഷിക്കണം എന്നുള്ള കാര്യം കൂടി ഞാൻ ഓർപ്പിക്കുകയാണ്. ബാക്കിയുള്ള നാളുകാരെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ സുഖദുഃഖ സമ്മിശ്രമായ ജീവിതാനുഭവങ്ങളായിരിക്കുമെന്നുള്ളതും അറിഞ്ഞിരിക്കുക. ഇനി നമ്മൾ ചിന്തിക്കുന്ന വിഷയം, ഈ ചൊവ്വാഴ്ച ദിവസം മനുഷ്യജീവിതമല്ലേ, പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ എല്ലാവർക്കും ഉണ്ടല്ലോ. അപ്പോൾ അവിടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ വിവാഹം, അല്ലെങ്കിൽ നമ്മളൊരു വീട് വെച്ച് കയറി താമസം, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമല്ല, ജീവിതത്തിലെ അത്യന്താപേക്ഷിതമായിട്ടുള്ള എല്ലാ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളും ശുഭസമയം നോക്കി ചെയ്യണമെന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ അതിനുവേണ്ടിയുള്ള ശുഭസമയം പറഞ്ഞുതരാം. ചൊവ്വാഴ്ച ദിവസം രാവിലെ 7:37 മുതൽ 12 മണി, ഉച്ചയ്ക്ക് 12:24 വരെയുള്ള സമയം ശുഭസമയമാണ്. പിന്നീട് ഉച്ച കഴിഞ്ഞ് 1:37 മുതൽ 3:07 വരെയുള്ള സമയവും ശുഭസമയമാണ്. അപ്പോൾ ഈ സമയമൊക്കെ നോക്കി പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ അന്നത്തെ ദിവസം ഇപ്പോൾ തുണി വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ സമയത്ത് പോയി തുണി വാങ്ങിക്കുക. അല്ലെങ്കിൽ കുട്ടികൾക്ക് നോട്ട് ബുക്കുകളൊക്കെ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് പോയി വാങ്ങിക്കുക. അല്ലെങ്കിൽ ജീവിതത്തിൽ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ഈ സമയത്ത് തന്നെ ചെയ്തെടുക്കുക. അപ്പോൾ ഈ നല്ല സമയം നോക്കി ചെയ്യുമ്പോൾ അതിൻ്റേതായ നല്ലൊരു റിസൾട്ട് ഉണ്ടാകുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ അതിൽ ശ്രദ്ധയോടുകൂടി പ്രവർത്തിക്കുക. ഇനിയും സംഖ്യാശാസ്ത്രമാണ് പറയുന്നത്. സംഖ്യാശാസ്ത്രം പറയുന്ന ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണ്. തീയതി 3 ഏതൊരു മാസത്തെയും 3, 12, 21, 30 എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് വളരെ അനുകൂലമായ ഒരു ദിവസമാണ്. അതുപോലെ തന്നെ അവരുടെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ CGLS എന്നീ അക്ഷരങ്ങളുണ്ടെങ്കിൽ തവിട്ട് നിറത്തിലുള്ളതായിട്ടുള്ള വസ്ത്രങ്ങളോ വയലറ്റ്, ഇളം ചുവപ്പ് എന്നീ നിറങ്ങളുള്ളതായിട്ടുള്ള വസ്ത്രങ്ങളോ ഒക്കെ ധരിച്ചാൽ അവരുടെ ജീവിതത്തിൽ ഉത്തമവും ഉത്കൃഷ്ടവുമായ ജീവിതാനുഭവങ്ങൾ വന്നു ചേരുമെന്നാണ് സംഖ്യാജ്യോതിഷം അവകാശപ്പെടുന്നത്. അപ്പോൾ സംഖ്യാജ്യോതിഷപ്രകാരം ഇക്കാര്യങ്ങളൊക്കെ വിശ്വാസമുള്ളവർക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. സംഖ്യാജ്യോതിഷം ജ്യോതിഷത്തിൻ്റെ ഒരു ഉപവിഭാഗവുമാണ്.
ഇനി നമ്മൾ ഈ അധ്യായത്തിൽ ചിന്തിക്കുന്ന വിഷയം ധനപരമായിട്ടുള്ള നേട്ടം. അതാണല്ലോ മനുഷ്യജീവിതത്തിൽ ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ളൊരു കാര്യമാണ് ധനം. ധനമില്ലെങ്കിൽ ഭൂമിയിലെ ജീവിതം വലിയ ബുദ്ധിമുട്ടിലും പ്രയാസത്തിൽ കൂടി കടന്നു പോകും. ധനം ചിലരെ അനുഗ്രഹിക്കും, ചിലർക്ക് വാരിക്കോരി ധനം അവർക്ക് കൊടുക്കും, ചിലർക്ക് ഒന്നും കൊടുക്കത്തില്ല. അപ്പോൾ ദാരിദ്ര്യം അനുഭവപ്പെടും. അതാണ് ധനത്തിൻ്റെ ഒരു വിഷയം. എല്ലാത്തിനും ഈ ഭൂമിയിലുള്ള എല്ലാത്തിനും ഓരോരോ പ്രത്യേകതകളുണ്ട്. അപ്പോൾ ധനത്തിനും പ്രത്യേകതയുണ്ട്. ധനം ചിലരുടെ കയ്യിൽ വാഴത്തില്ല, ചിലർക്ക് നല്ല പൊലിക്കും. ധനം പൊലിക്കും എന്ന് പറഞ്ഞാൽ 100 രൂപ ഉണ്ടെങ്കിൽ അത് 1000 വർദ്ധിക്കും. ചിലർക്ക് 100 രൂപ ഉണ്ടെങ്കിൽ അത് 1 രൂപയായി ഇല്ലാതാകും. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഒട്ടുമിക്ക ആൾക്കാരുടെയും ജീവിതത്തിലുണ്ട്. അപ്പോൾ ഈ ചൊവ്വാഴ്ച ദിവസം ധനപരമായ നേട്ടം ചില നാളുകാർക്ക് പൂരനക്ഷത്രപ്രകാരമാണ് ധനപരമായിട്ടുള്ള നേട്ടം ഉണ്ടാകുന്നത്. പൂരനക്ഷത്രപ്രകാരം ധനപരമായിട്ടുള്ള നേട്ടം ഉണ്ടാകുന്നത് മകം, അവിട്ടം, പൂരാടം, അനിഴം, ചിത്തിര, ഉത്രട്ടാതി, ഭരണി, മകയിരം, പൂയം, പൂരം. അപ്പോൾ ഇത്രയും നാളുകാർക്ക് ധനപരമായിട്ടുള്ള നേട്ടം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ്. കൊടുത്തുവാങ്ങലിനൊക്കെ അനുകൂലമായ ദിവസമാണ്. അപ്പോൾ ധനം കൊണ്ട് കൈകാര്യം ചെയ്താൽ അവരുടെ ജീവിതത്തിൽ ധനപരമായിട്ടുള്ള നേട്ടം കൊണ്ട് ജീവിതാപൂർത്തി ഉണ്ടാകുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. അതുകൊണ്ട് ഈ നാളുകാരൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി ധനപരമായിട്ടുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യുക, ജീവിത വിജയം നേടുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ അധ്യായത്തിൽ കൂടി പ്രിയപ്പെട്ടവരുമായിട്ട് പങ്കുവച്ചത്. ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്.